കിടങ്ങൂർ കാവാലിപ്പുഴ ടൂറിസം പ്രോജക്ടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രോജക്ടിന്റെ ഭാഗമാകുന്ന പാലം നിർമ്മാണത്തിന്റെ സർവേ നടപടികളാണ് ആരംഭിച്ചത്. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന മിനി ബ്രിഡ്ജാണ് മീനച്ചിലാറിന് കുറുകെ നിർമ്മിക്കുന്നതെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കിടങ്ങൂരിൽ മീനച്ചിലാറിന്റെ തീരത്ത് പ്രകൃതിയൊരുക്കിയ മിനി ബീച്ച് വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് ഒരുക്കുന്നത്. കാവാലിപ്പുഴ ബീച്ചിന്റെ മനോഹാരിത കൂടുതൽ ആസ്വാദികരമാക്കാനാണ് ടൂറിസം പ്രൊജക്ട് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മീനച്ചിലാറിന്റെ കുറുകെ പാലം നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കിടങ്ങൂർ കാവാലിപ്പുഴ ടൂറിസം പ്രൊജക്ടിന്റെയും പാലത്തിന്റെയും നിർമ്മാണത്തിന് മുന്നോടിയായാണ് സർവേ നടപടികൾ ആരംഭിക്കുന്നത്. കിടങ്ങൂർ പഞ്ചായത്തിൽ മീനച്ചിലാറിന്റെ തീരത്ത് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിടുന്ന കാവാലിപ്പുഴ ടൂറിസം പ്രൊജക്ടിന് രൂപം നൽകുകയാണ് സർവേ നടപടികളിലൂടെ തുടക്കമിടുന്നത്. മോൻസ് ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ കിടങ്ങൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം നടന്നു. തുടർന്ന് MLAയും സംഘവും കാവാലിപ്പുഴ സന്ദർശിച്ചു. ഒരു നിയോജകമണ്ഡലത്തിൽ 2 ടൂറിസം പദ്ധതികൾ വീതമാണ് MLAമാർക്ക് സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. കടുത്തുരുത്തി മണ്ഡലത്തിൽ സമർപ്പിച്ച 2 പദ്ധതികളിൽ ഒന്ന് കാവാലിപ്പുഴയായിരുന്നുവെന്ന് MLA പറഞ്ഞു. ഇവിടെ തൂക്കുപാലം സ്ഥാപിക്കാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും അത് ഗുണകരമല്ല എന്ന് വ്യക്തമായതിനെ തുടർന്ന് ചെറുവാഹനങ്ങൾക്കടക്കം കടന്നുപോകാവുന്ന മിനി ബ്രിഡ്ജാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ PWD വഴി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് നമ്മൾ കൊടുത്തു. ഒരു മണ്ഡലത്തിൽ 2 പ്രോജക്റ്റ് വെച്ച് ഗവൺമെൻറ് ഓരോ MLAമാർക്കും കൊടുക്കുന്നതിൽ കാവാലിപ്പുഴയാണ് ഞാൻ ഉൾപ്പെടുത്തിയ ഒരു പ്രോജക്റ്റ്. അതുകൊണ്ട് അത് ബഡ്ജറ്റിൻ്റെ മെയിൻ പോർഷനിൽ തന്നെ ഉൾപ്പെട്ടു വന്നു. നമുക്ക് ഇപ്പോൾ ഇതിന് AS തരാൻ തയ്യാറാവുന്ന വിധത്തിലുള്ള ഒരു നീക്കം സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് PWDയുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിങ്ങിനോട് ഇവിടെ നമുക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം മുഖ്യ വിഷയം കേന്ദ്ര ബിന്ദുവായി എടുത്തുകൊണ്ട് നമുക്ക് 2-3 കാര്യങ്ങൾ. ഒന്ന്, ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന, വിശ്രമിക്കാനും അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാവുന്ന വിധത്തിലുള്ള ഒരു ടൂറിസത്തിൻ്റെ പദ്ധതിയും അതോടൊപ്പം തന്നെ നമുക്ക് മിനി ബ്രിഡ്ജ്, അത് ഈ സ്റ്റീൽ ബ്രിഡ്ജ് എന്നുള്ളതുമാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ഒരു പ്രപ്പോസൽ കൊടുത്തു. അത് പ്രകാരമുള്ള ഒരു ഡിസൈൻ PWD ഡിസൈൻ വിങ് തയ്യാറാക്കും. PWDയുടെ ബ്രിഡ്ജ് ഭാഗം ഇപ്പോൾ പ്രാഥമികമായി സർവേ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തി ബാക്കി വരുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ആറിൻ്റെ ഇരുവശത്തുമുള്ള റോഡുകൾ വീതി കുറഞ്ഞവയാണ്. സ്ഥലമുടമകൾ സ്ഥലം വിട്ടു നൽകിയാൽ വീതിയേറിയ റോഡ് നിർമ്മിക്കാനാകുമെന്നും അത് സ്ഥലവില ഉയരുന്നതിനും വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നും MLA പറഞ്ഞു. പാല നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാവാലിപ്പുഴ ടൂറിസം പ്രൊജക്ടിന് രൂപം നൽകുന്നത്. PWD ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സുരേഷ്, വാർഡ് മെമ്പർമാരായ സിബി, കുഞ്ഞുമോൾ ടോമി, KG വിജയൻ, കോട്ടയം ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കിരൺ ലാൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, കിടങ്ങൂർ.